ഇത് ഗിർ പശുവിന്റെ നെയ്യാണ്. നമ്മുടെ ഈ ജാമൊക്കെ പറ്റുന്ന പോലെ തന്നെ അല്ലേ? പക്ഷെ ജാം ഈ പൈനാപ്പിൾ ജാമൊക്കെ പറ്റുമ്പോ ഒരു ഇതുണ്ടല്ലോ, അതേ കളറ്. ശരിക്കും പറഞ്ഞ ജസ്റ്റ് ഒന്ന് ആ ഫ്രൈ പാനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഗുഡ് മോർണിംഗ് സിനോബി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാലത്ത് എന്താ പരിപാടി? കാലത്ത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രെഡും വേറൊരു സാധനം കടുത്തട്ടെ. ഇതാണ് ബിലോന നെയ്യ്. തുറക്കാൻ ഞങ്ങൾ എടുത്ത് കുറച്ചായി. എന്താ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചോറിലിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കും, ഭയങ്കര ഇഷ്ടം ആൾക്ക്. അപ്പൊ ഇന്ന് ഞങ്ങൾ കുറച്ച് ബ്രെഡ് വാങ്ങിച്ചു. ഇച്ചിരി എടുത്ത് ഇത്ര നോക്കും. ആ ഒരു തരിതരിയൊക്കെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ടല്ലേ? ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഇത് അടച്ചു വെച്ചു വന്നിട്ട്. അപ്പൊ ഞാൻ ബ്രെഡ് എടുക്കാൻ പോവാണ്. ഇന്നിപ്പോ ഷൂട്ടിംഗ് ഒന്നും ഇല്ല. ഇല്ല, ഇന്ന് ഷൂട്ടിംഗ് ഒന്നും ഇല്ല. നാളെ ഷെഡ്യൂൾ ഉണ്ട്. നാളെ ഉണ്ട്. അപ്പൊ ഞാൻ 2 ബ്രെഡ് എടുക്കാൻ പോവാണ് കേട്ടോ. ഗീ ഇടയ്ക്ക് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതായത് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കണം പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഞാൻ അന്ന് എടുത്തതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറല്ലേ? അതെ. ഇത് ഗിർ പശുവിന്റെ നെയ്യാണ്. നമ്മുടെ ഈ ജാമൊക്കെ പറ്റുന്ന പോലെ തന്നെ അല്ലേ? പക്ഷെ ജാം ഈ പൈനാപ്പിൾ ജാമൊക്കെ പറ്റുമ്പോ ഒരു ഇതുണ്ടല്ലോ, അതേ കളറ്. ശരിക്കും പറഞ്ഞ ജസ്റ്റ് ഒന്ന് ആ ഫ്രൈ പാനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്നാൽ ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത്ര മതി. ഇതിപ്പോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു നെയ്ക്കുത്ത് വരില്ലേ? രാവിലെ കുട്ടിക്ക് ഞാൻ ഇതായിട്ട് കൊടുത്തു വിട്ടെ ടിഫിനായിട്ട്. എന്നോട് ചോദിച്ചു വാങ്ങി, അമ്മ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിപ്പോ നമ്മൾ ചൂടാക്കണമൊന്നുമില്ല, വെറുതെ നമ്മൾ കഴിക്കണം. കുട്ടിക്ക് കൊടുത്തപ്പോ ഞാനൊന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തിട്ടാണ് കൊടുത്തേ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ആൾ പറഞ്ഞിച്ച് പഞ്ചസാര ഇടുമെന്ന് ചോദിച്ചു. എന്നിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി കൊടുത്തേക്കണം. ഒരു സ്റ്റീലി ഫിനിഷ് ആണല്ലോ ഇതിന്റെ. അതെ. ഇത് എന്തിന്റെ കവറിങ് അടിപൊളിയാട്ടോ. ബിലോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയുക എന്നാണ് ഹിന്ദിയിലാണ്. ഹിന്ദി വേർഡ് അത്. എനിക്ക് തോന്നുന്നു ഇത് എടുത്താലും തീരില്ലാത്ത ഒരു അത്യാവശ്യം കൂട്ടി. ഇതിൽ ആ ലാസ്റ്റ് ഇതാ കാണുന്ന നെയ്യുടെ ഇത് കണ്ട ഇത് ആ തരി കൊണ്ട് എടുക്കുക. മഴക്കാലത്തിന് മുമ്പേ ഒന്നും കൂടി അതൊന്ന് അത് വെയിലത്ത് വെച്ച് ചൂടാക്കണം കേട്ടോ. അതാകുമ്പോ എന്തെങ്കിലും വെള്ളത്തിന്റെ അംശമോ ഇപ്പൊ നമ്മളിപ്പോ എത്ര തുടച്ചാലും ചിലപ്പോ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും സ്പൂണുമേ. നമ്മൾ എത്ര തുടച്ചാലും ചിലപ്പോ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, അത് എടുത്തു വെച്ചോളൂ. ഇതുപോലെ 2 പീസ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വയറ് നിറയണം. ഇനിയിപ്പൊ നമ്മുടെ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞേ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാല് ഞങ്ങള് ഇപ്പൊ കൗ ഫാമിങ്ങിന്റെ വീഡിയോസ് ആണ് ഇപ്പൊ കൂടുതൽ ചെയ്യണേ. ഇനി ഞങ്ങള് ഡോഗ്സിന്റെ വീഡിയോ കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെ, എല്ലാത്തിലും കൃഷി എല്ലാത്തിലും ഞങ്ങൾ കൈകടത്താൻ പോവാ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് ഈ ചാനലല്ല കേട്ടോ, എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനലാട്ടോ ഞങ്ങൾ അങ്ങനെ ഇടുന്നത്. ഇതിൽ ഞങ്ങളുടെ ഫാമിലി. പിന്നെ നമ്മൾ അതിന്റെ കൂടെ വേറൊരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയല്ലേ? അതെ, കൃഷി സപ്പോർട്ട് മീഡിയ എന്നാണ് ആ ഒരു ഫേസ്ബുക്ക് പേജിന്റെ പേര്. അതെന്ന് പറഞ്ഞാല് വേറൊന്നല്ല, നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് ആ ചാനലിന്റെ ആ പേജ് ഒന്ന് ജസ്റ്റ് കയറി വരാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനൽ മാത്രം. അല്ല, അത് കഴിച്ചോ? അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിച്ചാലാണ് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് അത് കഴിക്കുമ്പോൾ? എങ്ങനെ പിടിക്കുമ്പോ ഒരു ഇതുണ്ടോ? നമ്മുടെ ഇവിടുത്തെ ശാലോമിന്റെ ബ്രെഡ് ആണല്ലേ? ശാലോം ബ്രെഡ് ആണത്. നമ്മുടെ തൊട്ടടുത്തുള്ള ബേക്കറി ആയിട്ടാ. അതൊരു പ്രൊമോഷൻ ഒന്നല്ല, പക്ഷെ അടിപൊളി. നല്ല അടിപൊളി നല്ല ബ്രെഡാണ് അവരുടെ. നമ്മളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങാറുണ്ട് കേട്ടോ. നല്ല 400 ഗ്രാമിന് 45 രൂപ. പക്ഷെ 45 കിലോ മുതലുണ്ട് കേട്ടോ. നല്ല അടിപൊളി. അതായത് അത്രയ്ക്ക് സോഫ്റ്റ്. ഈ ഭയങ്കര കട്ടിയായി കഴിയുമ്പോൾ ഭയങ്കര നമുക്ക് കഴിക്കാൻ തന്നെ ഒരു ഇതുണ്ടാവില്ല അല്ലേ? അതെ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിപ്പോ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി ബ്രെഡ് കമ്പനി പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അതിന്റെ പാക്കിങ്ങും എല്ലാ കാര്യങ്ങളും. അതായത് നമ്മള് ഈ സ്കൂളിൽ എന്നിട്ട് നമ്മള് ഓരോ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി ടീച്ചേഴ്സ് കൊണ്ടുപോകും. അപ്പം ബ്രെഡ് കമ്പനിയിൽ ഇങ്ങനെ പോയപ്പോ ഇത് കണ്ടു. അടിപൊളിയായിട്ട് ചെയ്യണം. എനിക്കാണെങ്കിൽ ബ്രെഡ് കാണുമ്പോ ഓർമ്മ എന്താ പറയുമോ, എല്ലാ ശനിയും ഞായറും ഇവിടെ ചാലക്കുടി പോട്ട ആശ്രമത്തിൽ പോവാം. അന്നേരം അവിടെ കരിങ്ങാലി വെള്ളവും
ഇതുപോലത്തെ 2 കഷ്ണം ബ്രെഡും കിട്ടും, അതായത് ധ്യാനത്തിന് പോകുമ്പോഴേ. അതൊരു ഓർമ്മയുണ്ട്. അതല്ലാതെ അങ്കമാലി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അന്നൊക്കെ അങ്കമാലിയിൽ ആകെ 2 ഹോസ്പിറ്റലുള്ളൂ. ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലും ഒരെണ്ണം ലിറ്റിൽ ഫ്ലവർ മറ്റേ ഹോസ്പിറ്റൽ. അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അമ്മച്ചിയുടെ അച്ഛൻ കിടക്കുമ്പോൾ, അച്ഛന് ആസ്മ ഉണ്ടായിരുന്നു, അപ്പോൾ കിടക്കുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് മോഡേൺ ബ്രെഡ് ഒരു പാക്കറ്റ് കിട്ടും. ഒരു പാക്കറ്റ് പാലോ, അതുകൊണ്ട് ഒരു പാക്കറ്റാണോ ഒരു ഗ്ലാസ് ആണോ പാലും കിട്ടുമായിരുന്നു. അന്നത്തെ ബ്രെഡും കഴിക്കാൻ ടേസ്റ്റാണ്, പക്ഷെ ഇത്രയും സോഫ്റ്റ് അല്ല. ഇത് നല്ല സോഫ്റ്റ് ആണ്. എന്തായാലും കഴിച്ചു നോക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്യൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റൊക്കെ കൃത്യമായിട്ട് ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് വയറ് നിറച്ച് കഴിക്കുന്നതിലും ബെസ്റ്റ് നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ കഴിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു ഫാമിലി ചാനലിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഇടാറില്ല അല്ലേ? വീഡിയോ ഇടാറില്ല. സമയം കിട്ടുമ്പോ ഞങ്ങൾ ഇടാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ട്രാവലിംഗ് ആണ്, നല്ല ഫുൾ ട്രാവലിംഗ് ആണ്. ഇനിയിപ്പോ നാളെ കാലത്തെ മാളയ്ക്ക് പോകും ഞാനൊരു 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം 8:30 ആകുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 8:30 മണിയാകുമ്പോ ഒരു ഡോക്ടറിന്റെ ആണ്, ഒരു ഡോക്ടർ ജോൺ. അത് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് കോട്ടയത്ത് പോകാൻ പറ്റും. അല്ല, കൊച്ചിന്റെ എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ കാറൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ പണ്ടെന്ന് പറയുമ്പോ കുട്ടി 1.5 വയസ്സ് അപ്പൊ അവനെ എടുത്തോണ്ട് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ബൈക്കിൽ അവൻ ഇരിക്കുമ്പോ നമുക്ക് പിന്നെ സ്പേസ് ഇല്ല, പിന്നെ കുട്ടി ആകെ അവശതയാവുന്നു. ഇതൊക്കെ കാണുമ്പോ നമുക്ക് വിഷമാവും. ഒരു ചെറിയൊരു ഒരു കാറ്, വലിയ കാറൊന്നും വേണ്ട, ഒരു ഓൾട്ടോ കാർ അല്ലേ. അത് മതി. ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ? അതെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.